Hello everyone, welcome to Groww YouTube channel Malayalam. എൻ്റെ പേര് ഷയാസ് റഫിയ മൊയ്തീൻ. തൊട്ടു മുൻപത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ എന്താണെന്ന് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഷോർട്ടായി സംസാരിക്കുകയും ചെയ്തു. കാണാത്തവർ ആ വീഡിയോ കൂടെ കാണുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ രണ്ട് ടൈപ്പുകളായ പ്രൈമറി മാർക്കറ്റ്സ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്സ് എന്താണെന്ന് വിശദമായി സിമ്പിളായി മനസ്സിലാക്കാൻ പോവുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ 2 or 3 വീഡിയോസായി നമ്മൾ ഈ ചാനലിൽ ഓരോ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. തുടങ്ങുന്നതിന് മുൻപ് പറയട്ടെ, ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആളുകൾക്ക് ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളത് മാത്രമാണ്. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രൈമറി സെക്കൻഡറി മാർക്കറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു നിക്ഷേപകന് ഒരു കമ്പനിയുടെ സ്റ്റോക്കുകളിൽ സ്റ്റോക്ക് മാർക്കറ്റ് വഴി 2 തരത്തിൽ നിക്ഷേപം നടത്താനാകും. അതായത് കമ്പനിയുടെ സ്റ്റോക്കുകൾ 2 തരത്തിൽ വാങ്ങാൻ പറ്റുമെന്നർത്ഥം. പ്രൈമറി മാർക്കറ്റ്സ് വഴിയും സെക്കൻഡറി മാർക്കറ്റ്സ് വഴിയും. പ്രൈമറി മാർക്കറ്റ്സിൽ തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫണ്ടിനു വേണ്ടി കമ്പനികൾ സ്റ്റോക്സ് ഇഷ്യൂ ചെയ്യുന്നു. വ്യക്തികൾക്ക് വില കൊടുത്ത് ഇവ വാങ്ങാം. ഇതിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ പ്രൈമറി മാർക്കറ്റ്സിൽ നിന്നൊരു സ്റ്റോക്ക് വാങ്ങി എന്ന് കരുതുക. ഈ സ്റ്റോക്ക് ഒന്നെങ്കിൽ നമുക്ക് ദീർഘകാലത്തേക്ക് നമ്മുടെ കൈവശം തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്കത് മറ്റൊരു നിക്ഷേപകന് ലാഭത്തിലോ ചിലപ്പോൾ നഷ്ടത്തിലോ വിൽക്കാനും കഴിയും. ഇത് സെക്കൻഡറി മാർക്കറ്റിലാണ് നടക്കുക. അതായത് സെക്കൻഡറി മാർക്കറ്റുകളിൽ സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് നിക്ഷേപകർ പരസ്പരമാണ്. ഇവിടെ കമ്പനികൾ പ്രൈമറി മാർക്കറ്റ്സിലെ പോലെ സ്റ്റോക്കുകളൊന്നും തന്നെ ഇഷ്യൂ ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് മറ്റൊരു നിക്ഷേപകന് വിൽക്കാം, അല്ലെങ്കിൽ മറ്റൊരു നിക്ഷേപകൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് നമുക്ക് വാങ്ങാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രൈമറി മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായി സംസാരിക്കാം. പ്രൈമറി മാർക്കറ്റുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനികൾ പുതിയ സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുന്നു. നിക്ഷേപകർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അത് വാങ്ങുന്നു. ഇതൊരു വൺ വേ ട്രാൻസാക്ഷൻ ആണല്ലോ. കമ്പനികൾ അവരുടെ പുതിയ സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് പല വഴികളുണ്ട്. ഇതിലെ 2 വഴികൾ നമുക്ക് നോക്കാം. IPO ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ആദ്യം IPO എന്താണെന്ന് പറയാം. സ്വകാര്യ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനി ആദ്യമായി അതിൻ്റെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾ പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. IPOയിലൂടെ ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാനുള്ള അവസരം പബ്ലിക്കിന് ആദ്യമായി തുറന്നു കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ IPOയിലൂടെ ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി, ഒരു പബ്ലിക് ട്രേഡഡ് കമ്പനിയായി മാറുന്നു. ഈ വർഷവും പല കമ്പനികളും അവരുടെ IPOകൾ പുറത്തിറക്കിയിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം, നമുക്കൊക്കെ പരിചിതമായ കല്യാൺ ജ്വല്ലേഴ്സും ബാർബിക്യൂ നേഷനും ഒക്കെ ഇതിൽ ഉൾപ്പെടും. കമ്പനികൾ IPO അനൗൺസ് ചെയ്യുമ്പോൾ നിക്ഷേപകർക്ക് അതിൽ പങ്കെടുത്ത് ഷെയറുകൾക്കായി ബിഡ് ചെയ്യാം. കമ്പനി ഒരു നിശ്ചിത എണ്ണം ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ബിഡുകൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഷെയറുകൾ ഇവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വന്നാൽ ഒരു ലക്കി ഡ്രോ, അതായത് ഒരു നറുക്കെടുപ്പിലൂടെയാണ് നിക്ഷേപകർക്ക് ഷെയറുകൾ അനുവദിക്കുക. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ആ ഷെയറുകൾ വാങ്ങുന്നതിലൂടെ അവർ നിക്ഷേപിക്കുന്ന എമൗണ്ട് കമ്പനിക്ക് കിട്ടും. കമ്പനികൾ ഇങ്ങനെ കിട്ടുന്ന ക്യാപിറ്റൽ പുതിയ പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ കമ്പനി എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനിക്കുള്ള കടങ്ങൾ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ബാർബിക്യൂ നേഷൻ IPO അനൗൺസ് ചെയ്ത് സമാഹരിച്ച ക്യാപിറ്റൽ അവരുടെ ഡെപ്റ്റ് കുറക്കുന്നതിനാണ് ഉപയോഗിച്ചത്. സോ ദാറ്റ് ഈസ് IPO. ഇനി പ്രൈമറി മാർക്കറ്റ്സിലൂടെ കമ്പനികൾ അവരുടെ പുതിയ സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള 2ാമത്തെ വഴി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. IPO അനൗൺസ്മെൻറ്റ് ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്ഷനാണ്. അതിൽ ആർക്കും പങ്കെടുക്കാം. പക്ഷേ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്ത ചില നിക്ഷേപകർക്കും സ്ഥാപനങ്ങൾക്കും മാത്രമാണ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ അവർ വിൽക്കുക. സമ്പന്നരായ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, ബാങ്കുകൾ, മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ് തുടങ്ങിയവരൊക്കെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ കമ്പനികൾ ക്ഷണിക്കാറുള്ളത്.
IPOയെ അപേക്ഷിച്ച് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്സിൽ നിയമപരമായ റിക്വയർമെൻറ്റ്സും റെസ്ട്രിക്ഷൻസും ഒക്കെ വളരെ കുറവായതിനാൽ കമ്പനികൾ IPOകളേക്കാൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനാണ് മുൻഗണന കൊടുക്കാറുള്ളത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിന് ഈ അടുത്ത് നടന്ന ഒരു ഉദാഹരണം പറയാം. PNB ഹൗസിംഗ് ഫിനാൻസ് ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ അവരുടെ ഇക്വിറ്റി ഷെയറുകളും കൺവേർട്ടബിൾ വാറൻറ്റുകളും വിറ്റുകൊണ്ട് ഏകദേശം 4000 crores സമാഹരിച്ചു. അതെന്താ ഈ വാറൻറ്റ് സ്വന്തമാക്കുന്നവർക്ക് ഒരു നിശ്ചിത എക്സ്പിരേഷൻ ഡേറ്റ് അനുവദിച്ചു കൊടുക്കുന്നു. ആ കാലയളവിൽ അവർക്ക് ഒരു ഫിക്സഡ് പ്രൈസിന് തന്നെ ഷെയറുകൾ വാങ്ങാനുള്ള അവസരം ലഭിക്കും. ഷെയറുകൾക്ക് അതിനിടയിൽ ഉണ്ടാകുന്ന വില വർധന ഇവരെ ബാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈമറി മാർക്കറ്റ്സിലെ 2 റൂട്ടുകളായ IPO ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്സ് എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി സെക്കൻഡറി മാർക്കറ്റ്സ്. കമ്പനികൾ വിതരണം ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുന്നത് പ്രൈമറി മാർക്കറ്റ്സിൽ നിന്നാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ വാങ്ങിയ സ്റ്റോക്കുകൾ അയാൾ മറ്റൊരു ഇൻവെസ്റ്ററിന് സെൽ ചെയ്യാൻ സാധിക്കുന്നത് സെക്കൻഡറി മാർക്കറ്റ്സിലാണ്. ഈ സ്റ്റോക്കുകൾ വാങ്ങുന്ന നിക്ഷേപകർ അത് മറ്റ് നിക്ഷേപകർക്ക് വിൽക്കുന്നു. സെക്കൻഡറി മാർക്കറ്റ്സിൽ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെ നമ്മൾ ട്രേഡർ എന്നാണ് വിളിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾ സെക്കൻഡറി മാർക്കറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഇവിടെ 2 ട്രേഡേഴ്സ് തമ്മിലാണ് ഇടപാടുകൾ നടക്കുന്നത്. ഈ ഇടപാടുകൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ചിലാണ് നടക്കുക. അപ്പോൾ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ? വിവിധ തരം സ്റ്റോക്കുകളും മറ്റു സെക്യൂരിറ്റികളും വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ട്രേഡേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ഇങ്ങനെ എൻഗേജ് ചെയ്യുന്നതിലൂടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നമ്മുടെ മാർക്കറ്റിൽ പണലഭ്യത അഥവാ ലിക്വിഡിറ്റി സൃഷ്ടിക്കുന്നു. എന്ന് വെച്ചാൽ സ്റ്റോക്കുകൾ വേഗത്തിൽ വാങ്ങാനും വിൽക്കാനും ആവശ്യമായ അത്ര ട്രേഡുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. കൂടാതെ ട്രേഡിങ്ങിലെ 2 പാർട്ടികൾക്കും, അതായത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ന്യായമായ ഡീൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിക്ഷേപകരെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ 2 പ്രധാന എക്സ്ചേഞ്ചുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. ആദ്യം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 1875 BSE സ്ഥാപിതമായത്. ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 5518 സ്ഥാപനങ്ങൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം BSE വഴി നിങ്ങൾക്ക് 5500-ലധികം കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കാനാവുമെന്നാണ്. 1995 BSE ഇലക്ട്രോണിക് ട്രേഡിംഗ് സംവിധാനത്തിലേക്ക് മാറി. അതിനു മുൻപ് ഓപ്പൺ ഫ്ലോർ ട്രേഡിംഗ് ആണ് നടന്നിരുന്നത്. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ സജീവമാകുന്നതിന് മുൻപ് ഓപ്പൺ ഫ്ലോറിൽ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും സ്വന്തമായോ അല്ലെങ്കിൽ അവരുടെ ക്ലയന്റുകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒക്കെ വേണ്ടി നേരിട്ട് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഇലക്ട്രോണിക് ട്രേഡിംഗ് വഴി ഡിജിറ്റലായി ഓൺലൈനിലൂടെ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE 1992 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 1799 ഫേംസ് NSE ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ മൊത്തം ട്രേഡിംഗ് വോളിയം എടുത്താൽ ലോകത്ത് 4ാം സ്ഥാനത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. മോഡേൺ ആയ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയ ഇലക്ട്രോണിക് ട്രേഡിംഗ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്ചേഞ്ച്. കമ്പനികൾക്ക് BSEയിലോ NSEയിലോ അല്ലെങ്കിൽ രണ്ടിലും കൂടെയോ ലിസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എക്സ്ചേഞ്ചുകളിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളുടെയും മൊത്തം വാല്യൂവിനെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. NSEയിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളുടെയും മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 2.27 ട്രില്യൺ ആണ്. BSEയിലേത് 2.30 ട്രില്യണുമാണ്. BSEയുമായി കമ്പയർ ചെയ്യുമ്പോൾ NSEയിൽ ട്രേഡിംഗ് വോളിയം കൂടുതലാണ്. ട്രേഡിംഗ് വോളിയം എന്ന് വെച്ചാൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയറുകളുടെയും സെക്യൂരിറ്റികളുടെയും എണ്ണം. അപ്പോൾ NSEയിൽ ഇത് കൂടുതലായതിനാൽ BSEയെ അപേക്ഷിച്ച് NSE കൂടുതൽ ലിക്വിഡ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട് ഇവിടെ വരാം. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇതിൽ ഏത് എക്സ്ചേഞ്ചിലാണ് ട്രാൻസാക്ഷൻ നടത്തേണ്ടത്? ഉത്തരം ഇതാണ്. നമ്മൾ ഏത് കമ്പനികളിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് ആശ്രയിച്ചിരിക്കും അത്. ചില കമ്പനികളുടെ സ്റ്റോക്കുകൾ BSE ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, NSEയിൽ ഉണ്ടാവില്ല, തിരിച്ചുമാവാം. അപ്പോൾ ആ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണോ അത് തിരഞ്ഞെടുത്തേ പറ്റൂ. ഇനി ഏതെങ്കിലും കമ്പനിയുടെ ഷെയറുകൾ BSEയിലും NSEയിലും രണ്ടിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇതിലൊന്ന് തിരഞ്ഞെടുക്കാം. BSE, NSE എന്നീ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്.
അപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്സിനെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ നോക്കി. അടുത്ത വീഡിയോയിൽ CSDL, NSDL, ബ്രോക്കേഴ്സ്, സെബി തുടങ്ങി സ്റ്റോക്ക് മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സിനെ കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.